അപ്പം മോഹൻലാലിൻ്റെ എമ്പുരാൻ നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ കാണാൻ പോവുകയാണ്. എന്തുമാത്രം പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ ചുമരിൽ താങ്ങിക്കൊണ്ടാണ് നമ്മൾ ആ ചിത്രം കാണാൻ പോകുന്നത് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ. കാരണം ഇന്നൊരു പക്ഷേ രാത്രിയിൽ മോഹൻലാലിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് ഉറക്കം പോലും ശരിയാകുന്ന വരില്ല. കാരണം തിയേറ്ററിന് മുമ്പിൽ ഇപ്പോഴത്തന്നെ ആൾ വന്ന് നിറഞ്ഞു കാണും. അപ്പോൾ 6 മണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ആ കാത്തിരിപ്പിന് ഒടുവിൽ എമ്പുരാൻ എത്തുന്നു. എമ്പുരാൻ എത്തുമ്പോൾ മാധ്യമലോകവും അതുപോലെ തന്നെ സർക്കാർ തലത്തിലുമൊക്കെ ഭയങ്കര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വാർത്തകളിൽ പറയുന്നു. കാരണം തിരുവനന്തപുരത്ത് തന്നെ 150 പോലീസുകാരെ കൂടുതലായിട്ട് നിയോഗിച്ചു. സാധാരണ പോലീസുകാരെ കൂടുതൽ ക്രമസമാധാന പാലനത്തിനാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം 750 തിയേറ്ററുകളും റിലീസ് ആവുന്നുണ്ട്. നാളെ ഏതൊക്കെ തിയേറ്ററിൽ കൂടുതലായിട്ട് വരും എന്ന് നമുക്കറിയില്ല. ഒരു ജനപ്രളയം തന്നെയായിരിക്കും പല പ്രദേശങ്ങളിലും. കൊച്ചിയിൽ തന്നെ ഒരു തിയേറ്ററിന് 50 ഷോ ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തിയേറ്ററിലും എമ്പുരാൻ തന്നെയാണ്. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ചിത്രമാണ് നാളെ റിലീസാകാൻ പോകുന്നത്. പല തിയേറ്റർ ഉടമകളും പറയുന്നുണ്ട്, ഇങ്ങനൊരു ചിത്രം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല. മണിക്കൂർ കൊണ്ട് എല്ലാ ടിക്കറ്റും ബുക്കാവുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ കണ്ടത്. ഇതിലൊക്കെ രസകരമായ സംഗതി എന്ന് പറയുന്നത് ചിത്രം കാണാതാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള. അപ്പം ചിത്രം കണ്ടതിന് ശേഷം ചിത്രം അടിപൊളിയാണെന്നുള്ളൊരു വാക്കും കൂടെ പറഞ്ഞാൽ ഈ ലെവലൊന്നും അല്ല പിന്നെ ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പം കിട്ടുന്ന വാർത്ത അനുസരിച്ച് 60 കോടി രൂപ ഓപ്പണിംഗ് ഡേ കളക്ഷൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 75-ന് മുകളിൽ ഓപ്പൺ ഡേയിലെ കളക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 12.5 കോടിക്ക് മുകളിൽ എത്തിയെന്ന് പറയും. 12 കോടി 10 ലക്ഷം രൂപയുടെ കയറി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം 12.5 കോടി രൂപയ്ക്ക് മുകളിലെത്തി എന്ന് പറയുന്നു. ഏകദേശം 13 കോടിക്ക് അടുത്ത്. അതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും ഈ വൈകിയ സമയത്തും 20,000 21,000 ടിക്കറ്റോളം ഒരു മണിക്കൂറിൽ വിറ്റ് പോകുന്നു എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലെവലിൽ ഒരു സിനിമ ഇറങ്ങാതെ മലയാള സിനിമയുടെ ചരിത്രം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇനിയൊരു പക്ഷേ നാളെ ഈ ചിത്രം ഇറങ്ങിയ ശേഷം അടിപൊളി എന്നൊരു വാർത്ത കേട്ടാൽ മതി. ചിലപ്പം നമ്മൾ ആദ്യമേയൊക്കെ കണ്ടതുപോലെ 1 ലക്ഷം ടിക്കറ്റൊക്കെ മണിക്കൂർ കൊണ്ട് വിൽക്കുന്ന ആ അത്ഭുത പ്രതിഭാസവും ഒരുപക്ഷെ നാളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചിത്രം എത്ര കോടി വരെ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള പലരും സംശയം ചോദിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഏത് ലെവൽ വേണമെങ്കിലും ഈ ചിത്രം പോവാം. അതെല്ലാം തന്നെ നാളെ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ എന്ത് അഭിപ്രായപ്പെടുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. കാരണം മലയാള സിനിമയുടെ എല്ലാവരും തന്നെ ഇതൊരു വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. എനിക്കൊന്ന് മാധ്യമ ലോകത്ത് തന്നെ രാവിലെ മുതൽ 5:30 മണി മുതൽ റിപ്പോർട്ടർ TVയും 24ഉം എന്ന് വേണ്ട എല്ലാ ചാനലുകളും പ്രത്യേക പരിപാടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇത് നോക്കി കാണുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടാലും ഇത് തന്നെയാണ്. അപ്പോൾ നാളെ രാവിലെ മുതൽ ലൈവ് ഇടാൻ തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഹൈപ്പ് എന്തുമാത്രം വലുതാണ് എന്ന് ചിന്തിക്കുക. അതുപോലെ സർക്കാർ തലത്തിൽ പ്രത്യേക പോലീസ് സംവിധാനത്തെ ഏർപ്പെടുത്തുന്നു, തിയേറ്ററുകളിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. കൊച്ചിയിലെ മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ വന്ന പരിപാടി നമ്മൾ കണ്ടു. ആരി എന്ന് തന്നെ പറയാം. അതുപോലെ ഓരോ മോഹൻലാൽ പ്രേമികളും സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആകാംക്ഷയോടെ നാളത്തെ ആ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപക്ഷെ രാത്രിയിലെ കിടന്നു കഴിഞ്ഞ ഉറക്കം വരുന്നത് നാളെ എന്താകും, നാളെ ആകണമെന്ന് അറിയാനുള്ള താല്പര്യം. ചിലർക്കൊക്കെ ടെൻഷനുണ്ട്. എനിക്കും ചെറിയൊരു ടെൻഷനുണ്ട്. നമ്മൾ ഇത്രയൊക്കെ വാചകം അടിച്ചിട്ടും നാളെ ഒരു നെഗറ്റീവ് എല്ലാം വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതെയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു
പൃഥ്വിരാജ് പറയുന്നത് 100% വിജയസാധ്യതയുള്ള ചിത്രമാണ് ഞാൻ പടച്ചു വിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് ആത്മവിശ്വാസം പ്രയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ കാരണവും. കാരണം പൃഥ്വിരാജ് എടുത്ത 2 ചിത്രങ്ങളും എങ്ങനെയാണ് ലാലേട്ടനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ലാലേട്ടനെ ഉപയോഗിച്ച് കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് പൃഥ്വിരാജ് ഉയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പല വിവാദങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. കോടികളുടെ വിവാദം വന്നു, അതിനുശേഷം തിയേറ്റർ അടച്ചിടുന്നതിനെ പറ്റിയുള്ള വിവാദം വന്നു. എല്ലാം കഴിഞ്ഞ് എമ്പുരാൻ മലയാള സിനിമ കൈയടക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബാക്കി ഒറ്റ ചിത്രങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. ഒറ്റ നടനെ പറ്റിയല്ല സംസാരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, പൃഥ്വിരാജ്, ടൊവിനോ, മഞ്ജു വാര്യർ, ഇവരെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമ നമ്മൾ പറയുന്നത്. വേറെ ഒന്നുമില്ല. എമ്പുരാൻ എന്നൊരു ഒറ്റ ചടങ്ങ് അത് കഴിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു നാളെ കൊണ്ട് ശമനം കിട്ടുമോ എന്നെനിക്കറിയില്ല. അതുപോലെ മലയാള സിനിമ കടന്നു ചെല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും ഈ സിനിമ കടന്നു ചെന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളുടെ പേര് പോലും എനിക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതുപോലെ കർണാടകത്തിൽ നിന്നൊക്കെ 5 കോടി രൂപയുടെ പ്രീഫെയിൽ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിലൊക്കെ 1.5 കോടി രൂപയായി എന്ന്. അതും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മലയാള സിനിമയിലേക്ക് അന്യഭാഷാ സിനിമകൾ വന്ന് കോടികൾ കൊയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ചിത്രങ്ങൾ ഭൂരിപക്ഷവും സ്വീകരിക്കപ്പെടുന്നുമില്ല. പക്ഷേ അതിനൊരു മാറ്റം എമ്പുരാനിലൂടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം കിട്ടിയ വാർത്ത അനുസരിച്ച് 60 കോടിക്ക് മുകളിലുള്ള പ്രീഫെയിൽ ആദ്യ ദിനത്തെ മാറി. അതുപോലെ കേരളത്തിൽ 13 കോടിക്കടുത്ത് പ്രീഫെയിൽ വന്നു എന്നും പറയുന്നു. ഇപ്പോഴും ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കള്ളത്തരമല്ല ഇത്. നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂർ കൊണ്ട് 20,000 21,000 ടിക്കറ്റുകളും മണിക്കൂർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ എന്തായിരിക്കും അല്ലേ. ഒറ്റ ടിക്കറ്റ് ഒരു ഈച്ചയ്ക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആയിരിക്കും. 6 മണിക്കാണ് ഫാൻ ഷോ തുടങ്ങുന്നത്. ഫാൻ ഷോയിൽ കയറിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാൻ ഏതായാലും അത് കണ്ടതിന് ശേഷം ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അതിന് കിട്ടുന്നൊരു വൈബ് പ്രത്യേക വൈബാണ്. നമ്മളൊരു ഫാൻസ് അല്ലേ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ. ഏതായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം എല്ലാവരും പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഒരു ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ രാത്രി വൈകി നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് എമ്പുരാനും വിശേഷങ്ങളും പറയാൻ വേണ്ടിയാണ് രാത്രി വീഡിയോ ചെയ്യുന്നത്. ഇനി പ്രീഫെയിലിൻ്റെ കാര്യമായിരുന്നു. ഇനി നാളെ മുതൽ നമുക്ക് കളക്ഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. ഏറ്റവും വലിയ ചിത്രത്തിൻ്റെ, മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രത്തിൻ്റെ നാളെ കൊടിയേറുകയാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ ആറാട്ടോട് തന്നെ നമുക്കത് അവസാനിപ്പിക്കണം. ആണ്ടിപ്പൊളി ആഘോഷമാകണം. ഈ വെക്കേഷൻ കാലം എമ്പുരാൻ്റേതായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക. അപ്പം നാളെ ചിത്രം കണ്ടതിന് ശേഷം വീണ്ടും കൃത്യമായ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്താം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറയാൻ മിക്കവാറും എല്ലാവരും ഉറങ്ങിക്കാണും അല്ലേ. അപ്പോൾ എല്ലാവർക്കും രാവിലെ എമ്പുരാൻ കാണുന്ന തിരക്കിൽ തന്നെ ആയിരിക്കും. എല്ലാവരും പോയി കാണുക, പടം വിജയിപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു സിനിമ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ബൈ.